ലോകത്തിലെ ഏറ്റവും ക്രൂരനോ എടുത്തുചാട്ടക്കാരനോ ഒക്കെയായി അറിയപ്പെടുന്ന നേതാവാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. നാഴികയ്ക്ക് 40 വട്ടം ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കിമ്മിന്റെ 500 പട്ടാളക്കാരെ വധിച്ചുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഉക്രൈൻ സൈന്യം റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും 500ഓളം ഉത്തര കൊറിയൻ സൈനികരുമടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പറയുന്നത്. റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടക്കുന്നതും. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലറി സൊളോദ്ചക് ആണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18ഓളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. യുക്രൈന്റെ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും 500-ലധികം സൈനികരും ഉന്നത ജനറൽമാരും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നിസാരമൊരു പ്രത്യാക്രമണമെന്ന അവകാശവാദം മാത്രമാണോ ഉണ്ടായതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയത്. വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണെന്നും പറയുന്നു. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ്. റഷ്യയുടെ തെക്കും കിഴക്കും പ്രവിശ്യകളിലുള്ള സൈനികരാണ് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് 500ഓളം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. 10,000-ഓളം ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിനു വേണ്ടി എത്തിയിരുന്നത്. സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് എത്തിയത്. ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളവയാണ്. GPS ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്. കൂടുതൽ പ്രകോപിതരായ റഷ്യ ചില ബ്രിട്ടീഷ് സൈനികരെയും അറസ്റ്റ് ചെയ്തതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. റഷ്യ നാറ്റോ സഖ്യത്തിനെതിരെ ഒരാക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ചാമ്പലാക്കാൻ പോകുന്ന രാജ്യം ബ്രിട്ടനായിരിക്കുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത് സംബന്ധമായ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞതായും വാർത്തകൾ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത്. ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ യുക്രൈൻ സഹായത്തിന് വിരാമമിടുമെന്നാണ് റഷ്യ കരുതുന്നത്. അമേരിക്കയ്ക്ക് ഒപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യയ്ക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കാൻ യുക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് യുക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടുപിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണെന്നും വാർത്തകളുണ്ട്. ആണവ പോർമുന വഹിക്കാൻ പറ്റുന്നതും ലോകത്തൊരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തതുമായ ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണത്തിന് ശേഷം ബ്രിട്ടനിലെ RAF ലേക്കൺ ഹീത്ത് ഉൾപ്പെടെയുള്ള 3 പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ അജ്ഞാതമായ ഒന്നിലധികം ഡ്രോണുകൾ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുണ്ട്. ഇതാകട്ടെ ആക്രമിക്കുന്നതിന് മുൻപായി റഷ്യ നടത്തിയ നിരീക്ഷണമായാണ് അമേരിക്കയും ബ്രിട്ടനും സംശയിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയാണ് അജ്ഞാത ഡ്രോണുകൾ സംബന്ധമായ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ആണവായുധങ്ങൾ ആതിഥേയത്വം വഹിച്ച നിർണായക താവളമായാണ് RAF ലേക്കൺ ഹീത്ത് അറിയപ്പെടുന്നത്. ഇപ്പോഴും ആണവായുധം അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ റഷ്യ ഇവിടെ ആക്രമണം നടത്തിയാൽ ഈ താവളം മാത്രമല്ല ബ്രിട്ടൻ തന്നെയാണ് ഭൂപടത്തിൽ നിന്നും ഇല്ലാതായി മാറിപ്പോകുന്നത്. കാരണം സ്വന്തം സൈനികരെ ഇല്ലാതാക്കിയതിലൂടെ കിം ജോങ് ഇന്നും ആകെ കലിപ്പായിരിക്കുകയാണ്. ബ്രിട്ടനെതിരായി പോർമുന തിരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിന് മുന്നിൽ ബ്രിട്ടന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങളും റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. 2023 വരെ ബ്രിട്ടീഷ് ആർമിയിൽ സിഗ്നൽമാനായി സേവനമനുഷ്ഠിച്ച ജെയിംസ് സ്കോട്ട് റൈസ് ആൻഡേഴ്സൺ എന്ന യുവാവിനെ പിടികൂടിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്.
റഷ്യയിലെ കുർസ്ക് മേഖലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. വിദേശ റിക്രൂട്ട്മെന്റുകൾ അടങ്ങുന്ന യുക്രൈനിയൻ സൈന്യത്തിനൊപ്പം ചേർന്ന് പോരാടുന്നതിനിടെയാണ് ബ്രിട്ടീഷുകാർ പിടിക്കപ്പെട്ടിരിക്കുന്നത്. റഷ്യൻ പ്രദേശത്തിന് ഏകദേശം 5 കിലോമീറ്റർ അകലെ പ്ലെക്കോവോ ഗ്രാമത്തിനടുത്ത് നിന്നാണ് 72കാരനായ യുവാവിനെ പിടികൂടിയതെന്നാണ് വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റഷ്യ ടുഡേയുടെ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത്. യുവാവിനെ റഷ്യൻ സൈന്യം ചോദ്യം ചെയ്യുന്നതിന്റെ നിരവധി വീഡിയോകളും റഷ്യൻ ടെലിഗ്രാം ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2019 മുതൽ 2023 വരെ ബ്രിട്ടീഷ് ആർമിയിലെ 1-ാം സിഗ്നൽ ബ്രിഗേഡ്, 22 സിഗ്നൽ റെജിമെന്റ്, 252 സ്ക്വാഡ്രൺ എന്നിവയിൽ സിഗ്നൽമാനായി താൻ സേവനമനുഷ്ഠിച്ചതായി ആൻഡേഴ്സൺ സമ്മതിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി ഇയാൾ ലണ്ടനിൽ നിന്ന് പോളണ്ടിലെ ക്രാക്കോവിലേക്ക് പോവുകയും യുക്രൈൻ അതിർത്തിയിലുള്ള മെഡിക്കയിലേക്ക് എത്തുകയുമാണുണ്ടായത്. തന്റെ താൽപര്യത്തിനു വിരുദ്ധമായി നിർബന്ധിതമായാണ് തന്നെ റഷ്യൻ മണ്ണിൽ യുദ്ധത്തിനായി അയച്ചതെന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. അതേസമയം തങ്ങളുടെ മുൻ സൈനികനെ പിടികൂടിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വിസമ്മതിച്ചിരിക്കുകയാണ്. തടങ്കലിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുകയാണെന്ന് മാത്രമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം ആദ്യം യുക്രൈനുമായുള്ള പോരാട്ടത്തിനിടെ കോൺവാളിലെ ഗണ്ണിസ് ലേക്കിൽ നിന്നുള്ള ഒരു യുവാവിനെയും അജ്ഞാത സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. റഷ്യൻ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ യുക്രൈൻ അവരുടെ ഏറ്റവും മികച്ച സായുധ സംഘത്തെയാണ് വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ ബ്രിട്ടനിലേത് ഉൾപ്പെടെയുള്ള നിരവധി ചാവേറുകളും ആധുനിക ആയുധങ്ങളും ഉണ്ടെന്നാണ് റഷ്യ വിലയിരുത്തുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും റഷ്യയുടെ മുന്നേറ്റത്തിന് മുന്നിൽ യുക്രൈന് ഡോൺബാസ് മേഖല കൈവിട്ടു പോവുക മാത്രമല്ല, അവിടെ മാത്രം 34,500-ലധികം സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുർസ്കിൽ നൂറുകണക്കിന് യുക്രൈൻ സൈനിക ടാങ്കുകളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ബ്രിട്ടന്റെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ടാങ്കുകളും ഉൾപ്പെടും. റഷ്യയുമായുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ സൈനികരുടെ കുറവ് നികത്താൻ യുക്രൈനിൽ നിലവിൽ വല്ലാതെ പാടുപെടുകയാണ്. ഇതിനു പുറമെയാണ് സന്നദ്ധ പോരാളികൾ എന്ന രൂപത്തിൽ ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ അയച്ച കൂലിപ്പടയാളികളുടെ ഒഴുക്കിലും കാര്യമായ കുറവുണ്ടായിരിക്കുന്നത്. ഈ പാശ്ചാത്യ പ്രോക്സി യുദ്ധത്തിൽ യുക്രൈൻ ജനതയെ പീരങ്കികളുടെ കാലിത്തീറ്റയായി സെലൻസ്കി ഉപയോഗിക്കുകയാണെന്നാണ് റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. തന്റെ വ്യക്തിപരമായ അധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സെലൻസ്കി ഈ കൂട്ടക്കൊലപാതകത്തിൽ പങ്കാളിയാണെന്നും റഷ്യ ആരോപിച്ചിട്ടുണ്ട്. യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തെ സായുധ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത്. യുക്രൈന്റെ എല്ലാ സൈനികരെയും കുർസ്ക് മേഖലയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഒരു സമാധാന ചർച്ചയും നടക്കില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് റഷ്യയുടെ നിലപാടെങ്കിൽ യുക്രൈനെ എത്രകാലം വേണമെങ്കിലും പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പ്രതികരിച്ചിരിക്കുന്നത്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന അനുമതിയും ഇതിന്റെ ഭാഗമാണ്. ഈ തെറ്റായ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടിവരുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുമ്പോൾ ബ്രിട്ടൻ ഭയക്കുക തന്നെ വേണമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ.